നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ IPLൻ്റെ 5 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുന്നു. അതായത് ചില ടീമുകളൊക്കെ 6 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. പക്ഷേ നമ്മളൊരു റൗണ്ട് കംപ്ലീറ്റ് ആയി എന്ന് പരിഗണിക്കുന്ന എല്ലാ ടീമുകളും അത്രയും കളികൾ കളിച്ചാലാണ്. ഇപ്പോൾ 5 കളികൾ എല്ലാ ടീമുകളും കളിച്ചു കഴിഞ്ഞു. 6 കളികളിലേക്ക് എത്തിയിട്ടുള്ളത് KKR, CSK, SRH, RCB ടീമുകളാണ്. ബാക്കി ടീമുകളൊക്കെ 5 കളികളാണ് കളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ആ റൗണ്ടിലെ താരങ്ങളുടെ മികച്ച പ്രകടനം പരിഗണിച്ചൊരു പെർഫോമൻസ് റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ആഫ്റ്റർ 5th റൗണ്ട് 5ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പരിഗണിക്കുന്നത് 21ാമത്തെ മാച്ച് മുതൽ 27ാമത്തെ മാച്ച് വരെയാണ്. അതായത് 7 മത്സരങ്ങളുണ്ട് ഈ റൗണ്ടിൽ പരിഗണിക്കാൻ എന്നർത്ഥം. എന്തായാലും 5ാമത് നമ്മൾ ഏറ്റവും മികച്ച 5 പെർഫോമൻസുകളാണല്ലോ അവതരിപ്പിക്കാറുള്ള. 5ാമത് ജോഷ് ഹേസൽവുഡിൻ്റെ പ്രകടനമാണ്. LSGക്കെതിരെ RCBക്ക് വേണ്ടി അദ്ദേഹം മികച്ച ബൗളിംഗ് പ്രകടനം നടത്തുകയുണ്ടായി. 4 ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നത് 20 റൺസ് മാത്രമാണ്. അങ്ങനെ ഒരു വിക്കറ്റ് എടുക്കുകയും ചെയ്തു. കളിയിൽ റഷീദ് സലാമിന് 4 വിക്കറ്റുകളുണ്ട്. അങ്ങനെയൊക്കെ മികച്ച പ്രകടനം. വിരാട് കോഹ്ലിയുടെ 49 റൺസിൻ്റെ ഇന്നിങ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകർ വലിയ രൂപത്തിൽ ഉയർത്തി കാണിക്കും. പക്ഷേ ഈ കളിയിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബൗളിംഗ് നടത്തിയത് ജോഷ് ഹേസൽവുഡാണ്. അദ്ദേഹം തുടക്കം മുതൽ നന്നായിട്ട് പന്തെറിഞ്ഞു. വെറും 5 ഇക്കണോമിയിൽ പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം 4 ഓവറിൽ 20 റൺസ് മാത്രം വിട്ടുകൊടുത്തിടത്താണ് LSGക്ക് വലിയ സ്കോറിലേക്ക് പോകാൻ കഴിയാതെ പോയത്. അത് തന്നെയാണ് 15.1 ഓവറുകളിൽ ആ സ്കോർ മറികടക്കാൻ RCBക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി തീർത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ 5ാമത് വരുന്നത്. പെർഫോമൻസ് റാങ്കിങ്ങിൽ 4ാം സ്ഥാനത്തേക്ക് വരുന്നത് ശുഭ്മൻ ഗില്ലിൻ്റെ പ്രകടനമാണ്. KKRനെതിരെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ GTയുടെ നായകൻ ഇപ്പം മിന്നും പ്രകടനമാണ് തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. T20യിൽ അത്ര മികവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേൾഡ് കപ്പ് സ്ഥാനമടക്കം നഷ്ടമായ താരം ഇപ്പോഴിതാ T20യിലും തൻ്റെ പിടിമുറിക്കുന്ന കാഴ്ച. പ്രിൻസിൻ്റെ പ്രകടനം 50 പന്തിൽ നിന്ന് 8 4 4 6 അടക്കം 86 റൺസാണ് അദ്ദേഹം അടിച്ചത്. അങ്ങനെ അദ്ദേഹം അടിച്ചിടത്താണ് KKRനെതിരെയുള്ള GTയുടെ വിജയം സാധ്യമാകുന്നത്. അവസാനം 2 പന്തുകൾ ശേഷിക്കെയാണ് GT വിജയിച്ച് കയറിയത് എന്നുകൂടി അറിയണം. അപ്പോഴാണ് ഈ ഇന്നിങ്സിൻ്റെ വില, ഇമ്പാക്റ്റ് എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാവുക. 3ാമത് CSKയുടെ നൂർ അഹമ്മദാണ്. നൂർ അഹമ്മദ് KKRനെതിരെ എറിഞ്ഞ ബൗളിംഗ് പ്രകടനം. CSK അതിന് ശേഷമുള്ള കളി പരാജയപ്പെട്ടു. പക്ഷേ അതിനു മുമ്പ് ഈ ഒരു റൗണ്ടിൽ തന്നെ വരുന്ന അവരുടെ ആ ഒരു മത്സരത്തിൽ, KKRനെതിരെയുള്ള മത്സരത്തിൽ ചെപ്പോക്കിൽ CSK വിജയിച്ച് കയറുമ്പോൾ തൻ്റെ മാന്ത്രിക ബൗളിംഗ് പ്രകടനം വീണ്ടും ആവർത്തിച്ച നൂർ അഹമ്മദിന് കൈയടിക്കണം. നൂർ അന്ന് 4 ഓവറിൽ 21 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 3 വിക്കറ്റുകളാണ് പിഴുതെടുത്തത്. അതാണ് KKRൻ്റെ അന്നത്തെ ചേസ് ആകെ നശിപ്പിച്ച് കളഞ്ഞത്. സോ നൂർ അഹമ്മദ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ 3ാമത്. പെർഫോമൻസ് റാങ്കിങ്ങിൽ 2ാമത് പ്രഫുൽ ഹിഞ്ചെ. SRHൻ്റെ പുതിയ കണ്ടെത്തലെന്ന് വിളിക്കാവുന്ന താരം പ്രഫുൽ ഹിഞ്ചെ. അദ്ദേഹം ഒറ്റ ഓവറിലാണ് 3 വിക്കറ്റുകൾ RRന് മേലെടുത്തത്. അന്ന് സാക്കിബ് ഹുസൈനും നന്നായിട്ട് വന്നെറിഞ്ഞു. രണ്ടുപേരും കട്ടക്ക് നടത്തിയ ഒരു ഡെബ്യൂ ആണ്. പക്ഷേ ആ ഡെബ്യൂവിൽ ഏറ്റവും അധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഒരു സംശയവും വേണ്ട പ്രഫുൽ ഹിഞ്ചയുടെ ബൗളിംഗ് തന്നെയാണ്. അന്ന് ആദ്യ ഓവറിൽ 3 വിക്കറ്റുകൾ എടുത്തത് കൂടാതെ പിന്നെ ഒരു വിക്കറ്റ് കൂടി എടുത്തിരുന്നു. 4 ഓവറിൽ 34 റൺസിന് 4 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹത്തോടൊപ്പം അരങ്ങേറ്റം കുറിച്ച സാക്കിബ് ഹുസൈൻ 4 ഓവറിൽ 24 റൺസിന് 4 വിക്കറ്റ് എടുത്തു. പക്ഷേ കളിയിൽ ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ പ്രഫുൽ ഹിഞ്ചയുടെ ബൗളിങ്ങിന് തന്നെയാണ് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു 2ാം സ്ഥാനത്ത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ കളിയിലൊക്കെ ഹിഞ്ചയ്ക്ക് നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. സാക്കിബ് ഹുസൈൻ നന്നായിട്ട് പന്തെറിഞ്ഞിട്ടുമുണ്ട്. കുറച്ചുകൂടി മികവ് കാണിക്കുന്നത് സാക്കിബ് ഹുസൈൻ അല്ലേ എന്നൊരു തോന്നലുണ്ട്. എന്നാൽ പോലും ഈ ഒരു പ്രകടനത്തിൻ്റെ ബേസിൽ അദ്ദേഹം പെർഫോമൻസ് റാങ്കിങ്ങിൽ 2ാമത് വരുന്നുണ്ട്. 1ാമത് പ്രഭ്സിമ്രാൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ MIക്കെതിരെയുള്ള ബാറ്റിംഗ് പ്രകടനമാണ് നമ്പർ 1 ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത്. എന്തൊരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു അന്നത്തെ ദിവസം അദ്ദേഹം പുറത്തെടുത്തത്. തലങ്ങും വിലങ്ങും അടിയായിരുന്നില്ല. എന്ന് മാത്രമല്ല, പഴയ പോലെയല്ല ഇപ്പോൾ ആൾ. ഇത് ശ്രേയസ് അയ്യർ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. മുമ്പ് ഒരു ആഞ്ഞടിച്ചൊരു തുടക്കം വിടും എന്നുള്ളത് ശരിയാണ്. അത് ടീമിന് ഗുണവും ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ആൾ കുറച്ചുകൂടി മെച്ചുവേർഡായി. അടിച്ച് തുടങ്ങുക എന്നുള്ളത് മാത്രമല്ല, ഫിനിഷ് ചെയ്യുക എന്നുള്ളത് കൂടി ഏറ്റെടുത്തിരിക്കുകയാണ്.
അന്നത്തെ കളിയിൽ എംഐക്കെതിരെ 39 പന്തിൽ നിന്നാണ് ഒരു 4ഉം 2 സിക്സും അടക്കം 80 റൺസ് അടിച്ച് പുറത്താകാതെ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. സോ പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ എംഐക്കെതിരെയുള്ള പ്രകടനമാണ് നമ്മുടെ പെർഫോമൻസ് റാങ്കിങ്ങിൽ ഒന്നാമത്. വളരെ പെട്ടെന്നൊന്നുകൂടി ആവർത്തിക്കാം. 5ാമത് വരുന്ന ജോഷ് ഹേസൽവുഡിൻ്റെ LSCക്കെതിരെയുള്ള ബൗളിംഗ് പ്രകടനം. 4ാമത് വരുന്ന ശുഭ്മൻ ഗില്ലിൻ്റെ KKRനെതിരെയുള്ള ബാറ്റിംഗ് പ്രകടനം. 3ാമത് വരുന്ന നൂർ അഹമ്മദിൻ്റെ KKRനെതിരെയുള്ള ബൗളിംഗ് പ്രകടനം. 4ാമത് വരുന്ന പ്രഫുൽ ഹിഞ്ചയുടെ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള ബൗളിംഗ് പ്രകടനം. 1ാം സ്ഥാനത്ത് വരുന്നത് പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ മുംബൈയെ അടിച്ചു പറത്തിയ വെടിക്കെട്ട് ഇന്നിങ്സ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.